താല്പര്യമില്ല, ഇരുട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ നിനക്ക് ഇഷ്ടമില്ല. നീ എങ്ങോട്ട് പോവുകയാണെങ്കിലും നിന്റെ കൂടെ വെളിച്ചമുണ്ട്. എന്നാൽ ഖബറിന്റെ ഇരുട്ടിലേക്കാണ് നീ ഇറങ്ങാൻ പോകുന്നത് എന്ന ചിന്ത നിനക്ക് വേണേ. ദുനിയാവിൽ നീ ജീവിക്കുമ്പോ നല്ല സന്തോഷത്തോടെ, നല്ല വെളിച്ചത്തോടുകൂടി, നല്ല ആത്മാർത്ഥമായി നീ എന്ന് ജീവിക്കുകയാണെങ്കിൽ ഖബറിൽ നീ ഒറ്റക്കാണേ. അവിടെ കൂരിരുട്ടാണേ. ആ ഖബറ് വെളിച്ചമുള്ളതാവാൻ, ഖബറ് പ്രകാശിപ്പിക്കുന്നതാവാൻ, പ്രകാശമുള്ള ഖബറാവാൻ അവിടേക്ക് വേണ്ടി വല്ലതും നീ ഇവിടെ പ്രവർത്തിച്ചോ. وتمشي في الجماعة على ظهري وتقعد وحيدا في بطني. ഓരോ ദിവസവും ഭൂമി നമ്മോട് വിളിച്ചു പറയുന്ന 10 കാര്യങ്ങളിലെ 10ാമത്തെ കാര്യം, എടോ നീ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ പല ആളുകളുടെയും ഇടപഴകിക്കൊണ്ട് പല ആളുകളുടെ കൂടെയാണ് നീ ജീവിക്കുന്നത്. നിന്റെ കൂടെ ജീവിക്കാൻ നിന്റെ ഭാര്യയുണ്ട്, നീ കളിതമാശകൾ പറയാൻ നിന്റെ മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്. സന്തോഷിക്കാനും ആർമാദിക്കാനും നിന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നീ ഒറ്റക്കല്ല ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. എന്നാൽ എന്റെ ഉള്ളറയിലേക്ക് നീ വരുമ്പോ നീ തനിച്ചാണ്, നീ ഒറ്റക്കാണ്. നീ മരണപ്പെട്ടാൽ ഖബറിൽ കിടത്തുന്നത് നിന്നെ മാത്രമാണ്. നിന്റെ കൂടെ കിടന്ന ഭാര്യ നിന്റെ ഖബറിലേക്ക് കൂടെ കിടക്കാൻ വരൂല. വാത്സല്യത്തോടെ പോറ്റി നോക്കിയിരുന്ന നിന്റെ മക്കള് നിന്റെ ഖബറിലേക്ക് കൂട്ടിന് വരൂല. നീ ഒറ്റക്കാണ് അവിടെ കിടക്കേണ്ടത്. എടോ നീ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ നീ ചെയ്തു കൂട്ടിയ അമലുകളല്ലാതെ ഒരു കൂട്ടുകാരനും നിന്റെ ഖബറിലുണ്ടാവുകയില്ല. ആ ഒറ്റപ്പെട്ട ഇരുളടഞ്ഞതായ കൂരിട്ടുള്ള ഖബറിന് നിനക്ക് വെളിച്ചമുണ്ടാവാൻ നിനക്കൊരു കൂട്ടുകാരനെ വേണമെങ്കിൽ ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോ തഖ്വയുള്ള ജീവിതം നയിച്ചോ.